ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഏത് നാട്ടിൽ പോയാലും മനസ്സിലൊരു സങ്കടക്കനലായിട്ട് ഈ മോളും ഉണ്ടാവുമെന്നറിയാം. ഞാനിപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് പറയാത്തത് നിവൃത്തിയുടെ ഉണ്ടാച്ചാ. അധികം വൈകാതെ ശ്യാമും ദേവികയും തമ്മിലുള്ള വിവാഹം നടക്കും. അമ്മു, അല്ല നീ എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല. ഞാൻ പ്രസവിച്ചതുകൊണ്ട് പറയല്ലമ്മോ. അവനോട് കുറച്ചു നേരം സംസാരിച്ചോണ്ടിരുന്ന ആരും അവനെ ഇഷ്ടപ്പെട്ടു പോവും. അത്രയ്ക്കും നല്ല പെരുമാറ്റം എന്റെ മോന്റെ. കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോ അവനൊരു പെൺകുട്ടിയോട് ഇഷ്ടമുണ്ടായിരുന്നു. ആ ബന്ധം പരാജയപ്പെട്ടപ്പോ എന്റെ മോൻ ആകെ തകർന്നുപോയി. ജീവിതം തന്നെ കൈവിട്ടു പോയിന്ന് ധരിച്ചതാ. അവന് ആകെ ഒരു ഭ്രാന്തിന്റെ അവസ്ഥയായിരുന്നു. ഊണും ഉറക്കവും ഒന്നുമില്ലാതെ എന്റെ മോൻ എത്ര നാളാ കഴിച്ചുകൂട്ടിയെന്നറിയൂ. അവനെന്തെങ്കിലും ആപത്ത് കാണിക്കുമെന്ന് ഓർത്ത് ഞാൻ ഉറങ്ങാതിരുന്നിട്ടുണ്ട്. എന്റെ പ്രാർത്ഥനയുടെ ഫലമായിരിക്കും എന്റെ മോൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. ദേവിക എന്ന പെൺകുട്ടിയാ അവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. ആ അതൊക്കെ ഒരു സമയം. ദേവികയാ ഇന്ന് ഈ കുടുംബത്തിന്റെ ഒരു പ്രതീക്ഷ. ആ അമ്മു, അശോകേട്ടൻ വന്നു. എന്താ രണ്ടുപേരും കൂടെ ഭയങ്കര സംസാരത്തിലാണല്ലോ? നല്ല കാര്യം. ഞാൻ ചായ കൊണ്ടുവരാം. വേണ്ടമ്മോ, ഞാനേ പുറത്തുനിന്നൊരു കോഫി കുടിച്ചിട്ടാ വന്നേ. എങ്ങോട്ടാ പോകുന്നത്? കിച്ചണിൽ കുറച്ച് പണി കൂടെ ബാക്കിയുണ്ട്. ഇതുവരെ പണികളൊന്നും തീർന്നില്ലേ? അതെങ്ങനെ? രണ്ട് പെണ്ണുങ്ങൾ കൂടി ചേർന്നാ പിന്നെ പണിക്കല്ല, വിശേഷം പറച്ചിലാണല്ലോ പ്രാധാന്യം. ആ പിന്നെ രണ്ടുപേർക്കും താല്പര്യമുള്ളൊരു വിഷയത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അത് കേട്ടിട്ട് അമ്മ പോയാ മതി. മാധവനും ചന്ദ്രികയും ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. പലയിടത്തും അജ്ഞാത മൃതദേഹങ്ങൾ കണ്ടെന്നും മക്കൾ ഐഡന്റിഫൈ ചെയ്യാൻ പോയിട്ട് തിരിച്ചറിയാൻ പറ്റിയില്ലെന്നൊക്കെയാണ് കേട്ടത്. അന്വേഷിച്ചു വരാൻ നാഥനും നമ്പിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ശവം മറവ് ചെയ്തെന്നും പറച്ചിലുണ്ട്. അശോകേട്ടാ, ഈ മരിച്ചു എന്ന് പറയുന്നത് അശോകേട്ടന്റെ കൂടെപ്പിറപ്പാ. ഈ പറയുന്ന നാഥന്റെ കൂട്ടത്തില് ഒന്നാം സ്ഥാനം കൂടെപ്പിറപ്പിനാ. അത് മറക്കണ്ട. കൂടെപ്പിറപ്പ് മരിച്ചു എന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്ന ആങ്ങളെ ഞാൻ കാണുന്നത് ഇതാദ്യമായിട്ടാ.
ശത്രുവിന്റെ മരണത്തിലും പതനത്തിലും ചിരിക്കണമെന്നാണ് ശാസ്ത്രം. പക്ഷെ ഇപ്പോഴും മരിച്ചുവെന്ന് ഉറപ്പില്ലല്ലോ, അതാണ് കഷ്ടം. എനിക്കേ ചന്ദ്രിക എന്ന് നാത്തൂൻ തന്നെയാ. വേണ്ട എടേ, ഞാൻ വഴി ഉണ്ടായ ബന്ധം എനിക്കുണ്ടെങ്കിൽ മാത്രം നിനക്കും മതി കേട്ടോ. അവളുടെ നാത്തൂൻ ആ വാർത്ത ഉടനെ കേൾക്കണം. തിരുമേനി, അച്ഛന്റെ ആയുരാരോഗ്യത്തിന് വേണ്ടി എന്ത് പൂജ ചെയ്യണേ? അച്ഛാ, അമ്മയും കുട്ടി അച്ഛനിത് എങ്ങോട്ടാ പോയേ? ഈ വയസ്സുകാലത്ത് അതിനൊക്കെയുള്ള ത്രാണിയുണ്ടോ രണ്ടാൾക്കും? എനിക്ക് അച്ഛനെയും അമ്മയും കുറ്റം പറയാനുള്ള യാതൊരു അവകാശവും ഇല്ലെന്നറിയാം. ഞാനും നിങ്ങൾക്ക് വേദനയെ തന്നിട്ടുള്ളൂ. ഏത് നാട്ടിൽ പോയാലും മനസ്സിലൊരു സങ്കടക്കനലായിട്ട് ഈ മോളും ഉണ്ടാവുമെന്നറിയാം. ഞാനിപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് പറയാത്തത് നിവൃത്തികേടുകൊണ്ടാ അച്ഛാ. എനിക്കറിയാം ഇതുപോലൊരു അച്ഛനെയും അമ്മയും എനിക്ക് ഒരു ജന്മത്തിലും കിട്ടില്ല എന്ന്. മാനത്തെ കൊട്ടാ